നാടിൻ്റെ നാവുന്നേരും നാട്ടുവട്ടം വാർത്തകളിലേക്ക് സ്വാഗതം. ഞാൻ ആർത്തവസി. ഇന്ന് നമ്മൾ പ്രധാനമായിട്ടും കൊടുക്കുന്നത് CPM-ന്റെ ലോക്കൽ സമ്മേളനങ്ങൾ ആരംഭിച്ചു. പേരയം ലോക്കൽ സമ്മേളനമാണ് കുണ്ട്ര ഏരിയയിൽ ആദ്യം ആരംഭിച്ചത്. ലോക്കൽ സമ്മേളന വാർത്തകളും മറ്റു വാർത്തകളിലേക്ക് നമുക്ക് പോകാം. ഇന്നത്തെ സ്വർണ്ണവില ഗ്രാമിന് 7120 രൂപ, പവന് 56,960 രൂപ. ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് ചിന്നൂസ് ഫാഷൻ ജുവലേഴ്സ്, ഹോസ്പിറ്റൽ ജംഗ്ഷൻ, കുണ്ട്ര. നാളെ ഒക്ടോബർ 6 വേൾഡ് സെറിബ്രൽ പാൾസി ഡേ. ലോക സെറിബ്രൽ പാൾസി ദിനമാണ്. ലോകത്തിലെ ആദ്യ സംസാരിക്കുന്ന സിനിമ ദി ജാസ് സിംഗർ ന്യൂയോർക്കിൽ പ്രദർശിപ്പിച്ച ദിവസമാണ്. 1927 ഇത്. ലോകമെമ്പാടുമുള്ള 1 ബില്യണിലധികം ആളുകൾ വൈകല്യത്തോടെ ജീവിക്കുന്നു. ക്രിയാത്മക ആശയങ്ങളും ജീവിതാനുഭവമുള്ള ദശലക്ഷക്കണക്കിന് വ്യക്തികൾ ഉൾപ്പെടുന്ന സെറിബ്രൽ പാൾസി സമൂഹത്തേക്കാൾ മികച്ചതായി മറ്റാരുമില്ല. സെറിബ്രൽ പാൾസി വളരെ കുറച്ച് മനസ്സിലാക്കാവുന്ന വൈകല്യങ്ങളിൽ ഒന്നാണ്. കൂടാതെ സെറിബ്രൽ പാൾസിയുള്ള ആളുകൾ പലപ്പോഴും ലോകമെമ്പാടുമുള്ള കമ്മ്യൂണിറ്റികളിൽ കാഴ്ചകളിൽ നിന്നും മനസ്സിൽ നിന്നും ഓപ്ഷനുകളിൽ സെറിബ്രൽ പാൾസി അലയൻസ് രൂപീകരിച്ച ലോക സെറിബ്രൽ പാൾസി ദിനം 2012 രൂപീകരിച്ചു. ഇപ്പോൾ 100-ലധികം രാജ്യങ്ങളിലായി സെറിബ്രൽ പാൾസി ബാധിച്ച ആളുകളെയും അവരുടെ കുടുംബങ്ങളെയും പിന്തുണയ്ക്കുന്നവരെയും സംഘടനകളെയും ഒരുമിച്ച് കൊണ്ടുവരുന്നു. സെറിബ്രൽ പാൾസി ബാധിച്ച കുട്ടികൾക്കും മുതിർന്നവർക്കും നമ്മുടെ സമൂഹത്തിലെ മറ്റാരെയും പോലെ അവകാശങ്ങളും പ്രവേശനവും അവസരങ്ങളുമുള്ള ഒരു ഭാവി ഉറപ്പാക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് എല്ലാവരും. ലോകമെമ്പാടുമുള്ള 17 ദശലക്ഷത്തിലധികം ആളുകൾ സെറിബ്രൽ പാൾസിയുമായി ജീവിക്കുന്നു. മറ്റൊരു 350 ദശലക്ഷം ആളുകൾക്ക് സെറിബ്രൽ പാൾസി ബാധിച്ച ഒരു കുട്ടിയുമായോ മുതിർന്നവരുമായോ അടുത്ത ബന്ധമുണ്ട്. കുട്ടിക്കാലത്തെ ഏറ്റവും സാധാരണമായ ശാരീരിക വൈകല്യമാണത്. ചലനത്തെ ബാധിക്കുന്ന സ്ഥിരമായ വൈകല്യമാണ് സെറിബ്രൽ പാൾസി. അതിന്റെ ആഘാതം ഒരു കൈയിലെ ബലഹീനത മുതൽ സ്വമേധയാ ഉള്ള ചലനത്തിന്റെ ഏതാണ്ട് പൂർണ്ണമായ അഭാവം വരെയാകാം. ഇതൊരു സങ്കീർണ വൈകല്യമാണ്. സെറിബ്രൽ പാൾസി ബാധിച്ച 4 കുട്ടികളിൽ ഒരാൾക്ക് സംസാരിക്കാൻ കഴിയില്ല. 4-ൽ 1 പേർക്ക് നടക്കാൻ കഴിയില്ല. 2-ൽ ഒരാൾക്ക് ബുദ്ധിപരമായ വൈകല്യങ്ങളുണ്ട്. 4-ൽ ഒരാൾക്ക് അപസ്മാരമുണ്ട്. സെറിബ്രൽ പാൾസി ആജീവനാന്ത വൈകല്യമാണ്. അറിയപ്പെടുന്ന ചികിത്സയില്ല. സെറിബ്രൽ പാൾസി ഒരു ആഗോള പ്രതിഭാസമാണ്. വർഷം തോറും ഒക്ടോബർ 6 നടക്കുന്ന ലോക സെറിബ്രൽ പാൾസി ദിനം 17 ദശലക്ഷത്തിലധികം ആളുകൾ ഈ രോഗം ബാധിച്ചിട്ടുണ്ടെന്ന് നമ്മെ ഓർമ്മിപ്പിക്കുന്നു. നമ്മിൽ ഏറ്റവും ദുർബലരായ കുട്ടികളെ ബാധിക്കുന്ന ഏറ്റവും സാധാരണമായ ശാരീരിക വൈകല്യങ്ങളിൽ ഒന്നാണ് CP. കൂടാതെ ചികിത്സയില്ലാതെ ഒരു കുട്ടിയുടെ ജീവിതകാലം മുഴുവൻ CP സംഭവിക്കുന്നു. ഈ വർഷം സെറിബ്രൽ പാൾസി ബാധിച്ചവരുടെ ജീവിതം മെച്ചപ്പെടുത്താൻ സഹായിക്കുന്ന മാറ്റത്തിനുള്ള ഒരു ഉത്തേജകമായി മാറുക ആളുകൾക്കിടയിൽ വളരെ സാധാരണമായ ഒരു അവസ്ഥയാണ് സെറിബ്രൽ പാൾസി. CPM ജനാധിപത്യം നിലനിൽക്കുന്ന പാർട്ടിയെന്ന് സ്റ്റീവ് ബാൾഡ്വിൻ. ഇന്ത്യയിൽ ജനാധിപത്യം പിന്തുടരുന്ന ഏക പാർട്ടിയാണ് CPM എന്ന് ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം സ്റ്റീവ് ബാൾഡ്വിൻ. CPM പേരയം ലോക്കൽ സമ്മേളനം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. ഏരിയ സെക്രട്ടറി SL സജികുമാർ, സന്തോഷ്, V മനോജ്, V ബൈജു, M വിൻസെന്റ്, V ശിവപ്രസാദ്, G ഗോപിലാൽ, ജൂലിയറ്റ് നെൽസൺ, MY ആന്റണി, AJ മാർക്സൺ, R അജിത് കുമാർ, ലൈലാമ ഹെൻറി, J ഫ്രാൻസിസ്, S ശ്യാം, പ്രസാദ് ഡെന്നീസ് എന്നിവർ സംസാരിച്ചു. മികവ് തെളിയിച്ച വിദ്യാർത്ഥികളെ സമ്മേളനത്തിൽ ആദരിച്ചു. അങ്ങനെ പറയുമ്പോൾ ആ മാധ്യമങ്ങൾ നടത്തുന്ന പ്രചരണം CPM ജനാധിപത്യം ഇല്ല എന്നാണ്. ഇന്ത്യയിൽ ഇത്രമേ ജനാധിപത്യത്തോടുകൂടി പ്രവർത്തിക്കുന്ന പാർട്ടി ഇല്ല. ഇവിടെ നിന്ന് നമ്മൾ സമ്മേളനം ആരംഭിച്ചത് അജണ്ട വായിച്ചതിന് ശേഷമാണ്. ആ അജണ്ടയിൽ 17 കൂട്ടം കാര്യങ്ങളാണ് പറയുന്നത്. CPM-നെ സംബന്ധിച്ച് അതിന് നയരൂപീകരണത്തിൽ ഓരോ പാർട്ടികൾക്കും പങ്കെടുക്കാൻ കഴിയും എന്നതാണ് പ്രത്യേകത. മറ്റൊരു പാർട്ടി നമ്മുടെ പാർട്ടി ദേശീയ സമ്മേളനത്തെയാണ് പാർട്ടി കോൺഗ്രസ് എന്ന് വിളിക്കുന്നത്.
തുടർന്ന് അടുത്ത സമ്മേളനങ്ങളിലുള്ള നമ്മുടെ രാഷ്ട്രീയ സംഘടനാപരമായ പ്രവർത്തനങ്ങൾക്ക് രൂപം കൊടുക്കും. അമ്മേ, ഇതെങ്ങനെയുണ്ട്? നന്നായിരിക്കുന്നു. എന്റെ മരുമോൾക്കിത് നന്നായി ചേരും. ഇത് അമ്മയ്ക്കുള്ളതാ. അമ്മയുടെ കൈകൾക്ക് എന്ത് ഭംഗിയാ. ഇത് വേണം. അമ്മയ്ക്ക് എപ്പോഴും ഞങ്ങളുടെ സന്തോഷാ വലുത്. പൊന്നു പോലെയുള്ള ഈ അമ്മയുടെ സന്തോഷം ഞങ്ങളും കാണട്ടെ. Express your love with golden moments. ചിന്നൂസ് ഫാഷൻ ജുവലേഴ്സ് കുണ്ടറ. വിളംബരത്തിന്റെ നാട്ടിൽ വിശ്വസ്തയുടെ നാമം. 100% BIS 916 ഹോൾമാർക്ക് ഗോൾഡ്. ഏതൊരമ്മയ്ക്കും അഭിമാനിക്കാനായി ചില നിമിഷങ്ങളുണ്ട്. എന്റെ മരുമകളുടെ സ്നേഹമാണ് എന്റെ അഭിമാനം. ഈ അമ്മ എന്റെ ഭാഗ്യല്ലേ. വിദ്യാർത്ഥി സംഘം കൊല്ലം SN കോളേജ് 1987-89 MA ഇക്കണോമിക്സ് ബാച്ചിലെ സതീർത്ഥ്യർ ഒത്തുകൂടി. പ്രിൻസിപ്പൽ ഡോക്ടർ SP മനോജ് ഉദ്ഘാടനം ചെയ്തു. കരുനാഗപ്പള്ളി SNDP ഇക്കണോമിക്സ് വിഭാഗം മേധാവി അംബിക അധ്യക്ഷത വഹിച്ചു. പൂർവ്വ അധ്യാപകരായ പ്രൊഫസർ എബ്രഹാം, പ്രൊഫസർ അനിരുദ്ധൻ, പ്രൊഫസർ ജഗദമ്മ, പ്രൊഫസർ ലീന, പ്രൊഫസർ സുരേന്ദ്രൻ, പ്രൊഫസർ സരസ്വതി എന്നിവരെയും ഇപ്പോൾ ഡിപ്പാർട്ട്മെന്റിലുള്ള പ്രൊഫസർ വിനീത്, വിജയൻ, രാഖി, അനന്തു, ശ്രീജ, രമ്യ, മഞ്ജു എന്നിവരെയും ആദരിച്ചു. ഷീല, ഷെരീഫ്, നാസറുദ്ദീൻ, ശോഭ, മീര, ഉഷ, ലൈല, ഗീത, രാധാകൃഷ്ണൻ, പ്രസാദ് എന്നിവർ സംസാരിച്ചു. ലക്ഷ്യത്തിലേക്കുള്ള വഴി അന്വേഷിക്കുകയാണോ നിങ്ങൾ? ഉന്നത വിജയം നിങ്ങളുടെ ആഗ്രഹമാണോ? ഫുൾ A+ നിങ്ങളുടെ സ്വപ്നമാണോ? ആദ്യമെത്താൻ അറിവിൽ തുടങ്ങണം, ആഴത്തിൽ തുടങ്ങണം. മികച്ച വിജയം യാഥാർത്ഥ്യമാക്കാൻ വേണൂസിലേക്ക് സ്വാഗതം. എല്ലാ ക്ലാസുകളിലേക്കുമുള്ള അഡ്മിഷൻസ് ആരംഭിച്ചിരിക്കുന്നു. വേണൂസ് കോളേജ്, കുണ്ടറ, ഇളമ്പള്ളൂർ, കുഴുമതിക്കാട്, ചൊവ്വള്ളൂർ. പണയിൽ സ്കൂളിന് ഹൗസ് യൂണിഫോം. പെരിനാട് പണയിൽ ഗവൺമെന്റ് ഹൈസ്കൂളിൽ കുട്ടികളെ 4 ഹൗസുകളാക്കി തിരിച്ച് പാഠ്യേതര പ്രവർത്തനങ്ങൾ ക്രമപ്പെടുത്തുന്നതിന്റെ ഭാഗമായി 4 നിറങ്ങളിലുള്ള യൂണിഫോമുകൾ വിതരണം ചെയ്തു. വിതരണോദ്ഘാടനം പനയം പഞ്ചായത്ത് പ്രസിഡന്റ് ഡോക്ടർ രാജശേഖരൻ നിർവഹിച്ചു. PTA പ്രസിഡന്റ് ബിജു S അധ്യക്ഷത വഹിച്ചു. വാർഡംഗം ഷാജി, SMC ചെയർമാൻ രാജേഷ് കുമാർ, ഹെഡ് മിസ്ട്രസ് TR ബിന്ദു, സീനിയർ അസിസ്റ്റന്റ് ശൈലജ, PR സ്റ്റാഫ് സെക്രട്ടറി സുമം, രാജു എന്നിവർ സംസാരിച്ചു. ചന്ദ്രൻ ഉദിക്കുന്ന ദിക്കും സൂര്യൻ ഉദിക്കുന്ന ദിക്കും നമുക്കെല്ലാം അറിയാം. ചന്ദ്രനെയും സൂര്യനെയും നമ്മൾ കൗതുകത്തോടെ നോക്കിയിരുന്നിട്ടുമുണ്ട്. കടൽ തീരത്ത് പോയി അസ്തമയ സൂര്യനെ കാണാൻ കൊതിക്കാത്ത ആരാണുള്ളത്? പ്രഭാതത്തിലെ സൂര്യനും പ്രദോഷത്തിലെ സൂര്യനും ഉദിക്കുന്ന സമയത്തെ ചന്ദ്രനും അസ്തമയ സമയത്തെ ചന്ദ്രനും എന്തെങ്കിലും പ്രത്യേകതകളുണ്ടോ? ഉണ്ടല്ലോ. ഈ സമയങ്ങളിൽ അവയ്ക്ക് വലിപ്പം കൂടുതലായിരിക്കും. എന്തുകൊണ്ടാണിത്? ഉദിക്കുമ്പോഴും അസ്തമിക്കുമ്പോഴും സൗര്യന്റെയും ചന്ദ്രന്റെയും വലിപ്പം കൂടുതലാകുന്നതും അവയ്ക്ക് നേരിയ ദീർഘവൃത്താകൃതി കൈവന്നിരിക്കുന്നതായും നമുക്ക് തോന്നാറുണ്ടല്ലോ. യഥാർത്ഥത്തിൽ സൂര്യന്റെയോ ചന്ദ്രന്റെയോ വലിപ്പത്തിൽ വ്യത്യാസമൊന്നും വരുന്നില്ല. നാം കാണുന്ന വലിപ്പ വ്യത്യാസം വെറും തോന്നൽ മാത്രമാണ്. ഒരേ ക്യാമറ ഉപയോഗിച്ച് ഉദയാസ്തമയ സമയങ്ങളിലും അല്ലാത്ത സമയങ്ങളിലും സൂര്യന്റെയോ ചന്ദ്രന്റെയോ ചിത്രമെടുത്ത് അളന്നു നോക്കിയാൽ ഇക്കാര്യം വ്യക്തമാകും. വലിപ്പം കൂടുന്നതായി നമുക്ക് തോന്നുന്നത് ഭൂമിയിലെ മരങ്ങൾ, മലകൾ എന്നിവയുമായി സൂര്യനെയും ചന്ദ്രനെയും താരതമ്യപ്പെടുത്തുന്നത് കൊണ്ടാവണം. അകലെ നിൽക്കുന്ന മരം ചെറുതായാണ് കാണുന്നതെങ്കിൽ പോലും അതിന്റെ യഥാർത്ഥ വലിപ്പം നമുക്കറിയാം. അപ്പോൾ മരത്തിന്റെ സമീപത്തായി അതിനേക്കാൾ വലുതായി ചന്ദ്രനെയോ സൂര്യനെയോ കാണുമ്പോൾ അവയും കാണുന്നതിനേക്കാൾ വലുതാണെന്ന തോന്നൽ നമുക്കുണ്ടാകുന്നു. ഉദയാസ്തമയ സമയങ്ങളിൽ സൂര്യചന്ദ്രന്മാർ ദീർഘവൃത്താകൃതി കൈവരിക്കുന്നതായി നമുക്ക് തോന്നുന്നത് വായുമണ്ഡലത്തിലൂടെ സഞ്ചരിച്ച് നമ്മുടെ കണ്ണിലെത്തുന്ന പ്രകാശരശ്മികളുടെ അപപ്രവർത്തനം റിഫ്രാക്ഷൻ മൂലമാണ്. അപവർത്തനം മൂലം രശ്മികൾ വളയുമല്ലോ. ചക്രവാളത്തിൽ നിന്ന് വരുന്ന രശ്മികളുടെ അപവർത്തനത്തെക്കാൾ കൂടുതലായിരിക്കും.
തന്മൂലം ചക്രവാളത്തിനോടടുക്കുന്ന സൂര്യചന്ദ്രന്മാരുടെ കീഴ്ഭാഗം മുകൾ ഭാഗത്തെ അപേക്ഷിച്ച് ഉയർന്നിരിക്കുന്നതായി തോന്നുകയും ചക്രവാളത്തിന് ലംബമായ വ്യാസം കുറഞ്ഞതായി അനുഭവപ്പെടുകയും ചെയ്യുന്നു. അതുകൊണ്ടാണ് അവയ്ക്ക് ദീർഘവൃത്താകൃതി കൈവന്നതായി നമുക്ക് തോന്നുന്നത്. മനഃശാസ്ത്രത്തിലെ തന്റെ ലോകപ്രശസ്തമായ മൂന്നാമത്തെ പ്രബന്ധം തയ്യാറാക്കുന്നതിനിടയിലാണ് ന്യൂയോർക്കിൽ വെച്ച് ഡോക്ടർ സണ്ണിക്ക് പുല്ലാട്ടുപുറം ബ്രഹ്മദത്തൻ നമ്പൂതിരിയുടെ കത്ത് ലഭിക്കുന്നത്. അമ്പട കേമാ സണ്ണിക്കുട്ടാ, നിനക്ക് സുഖമെന്ന് കരുതുന്നു. പ്രായാധിക്യം സംബന്ധിച്ച ചില പ്രശ്നങ്ങൾ ഒഴിച്ചു നിർത്തിയാൽ എനിക്ക് മറ്റ് ബുദ്ധിമുട്ടുകളൊന്നുമില്ല. സുഖം തന്നെ. മാടമ്പള്ളിയിൽ നമ്മുടെ നകുലനും ഗംഗയും സുഖമായിരിക്കുന്നു. ശ്രീദേവിയുടെ കല്യാണം കഴിഞ്ഞത് അറിഞ്ഞു കാണുമല്ലോ. വല്യമ്മാവൻ സുഖമില്ലാതെ കിടപ്പിലാണ്. അവിടെ ഉണ്ടായിരുന്ന ദാസപ്പൻകുട്ടി ഇടയ്ക്ക് MLA ആയിരുന്നു. ഇപ്പോൾ വളരുംതോറും പിളരുംതോറും വളരുകയും ചെയ്യുന്ന ഏതോ പാർട്ടിയുടെ ചെയർമാനോ മറ്റോ ആണ്. മാടമ്പള്ളിയിലെ മറ്റൊരു പ്രശ്നം സൂചിപ്പിക്കാനാണ് ഇപ്പോൾ ഈ കത്തെഴുതുന്നത്. നമ്മുടെ നകുലന്റെയും ഗംഗയുടെയും രണ്ടാമത്തെ ചെറുക്കനെ കുറിച്ചാണ്. മറ്റൊന്നുമല്ല, ചെറുക്കൻ വായെടുത്ത് നുണയേ പറയൂ. ആണ്ടിലൊരിക്കൽ ഒരു സത്യം പറഞ്ഞാൽ തന്നെ അതിൽ പകുതിയും നുണയാവും. മാത്രമല്ല, മറ്റുള്ളവരോട് ഇക്കിളി കഥകൾ പറയാനും ചെറുക്കന് വലിയ താല്പര്യമാണ്. നകുലനും ഗംഗയും ഇക്കാര്യത്തിൽ വലിയ വിഷമത്തിലാണ്. എന്നെ വന്ന് കണ്ടിരുന്നു. ഇതെന്നെ കൊണ്ട് കൂട്ടിയാൽ കൂടില്ല. മാത്രമല്ല, ഞങ്ങൾ മന്ത്രവാദികളുടെ പഴയ ചുരൽ പരിപാടിയൊന്നും ഇപ്പോൾ നടക്കില്ല. ഇവിടെ ബാലാവകാശ കമ്മീഷൻ വളരെ സ്ട്രോങ് ആണ്. അതിനാൽ എത്രയും പെട്ടെന്ന് ഇക്കാര്യത്തിൽ വേണ്ടത് ചെയ്യുക. കഴിയുമെങ്കിൽ ഇത്രയിടം വരെ ഒന്ന് വരിക. പ്രൊഫസർ ബാഡ്ലിയെ എന്റെ സ്നേഹാന്വേഷണങ്ങൾ അറിയിക്കുക. കത്ത് ചുരുക്കുന്നു. സസ്നേഹം, പുല്ലാട്ടുപുറം ബ്രഹ്മദത്തൻ തിരുമേനി. ഏതാണ്ട് ഒരു മാസത്തിന് ശേഷം ബ്രഹ്മദത്തൻ തിരുമേനിക്ക് ഡോക്ടർ സണ്ണിയുടെ മറുപടി ലഭിച്ചു. പ്രിയപ്പെട്ട തിരുമേനി, അങ്ങ് ആവശ്യപ്പെട്ട പ്രകാരം ഞാൻ നാട്ടിൽ വന്നിരുന്നു. കഷ്ടകാലത്തിനന്ന് ഹർത്താലായിപ്പോയി. അത് കാരണം നേരിൽ കാണാനോ ശബരിമലയ്ക്ക് പോകാനോ കഴിഞ്ഞില്ല. സദയം ക്ഷമിക്കുക. കത്തിൽ പറഞ്ഞ ചെറുക്കനെ ഞാൻ കണ്ടിരുന്നു. ഹിപ്നോട്ടിക് നിദ്രയെ പോലും നുണ പറയുന്ന അവസ്ഥയിലാണ് ചെറുക്കൻ ഇപ്പോൾ ഉള്ളത്. ഞങ്ങളുടെ ഭാഷയിൽ മൗത്ത് ഓപ്പണോ നുണയോപ്പിയ എന്ന് വിളിക്കുന്ന ഈ സൈക്കിക് ഡിസോർഡർ പൊതുവെ തലമുതിർന്ന രാഷ്ട്രീയക്കാർ, ചാനൽ വാർത്താ വായനക്കാർ, പത്ര റിപ്പോർട്ടർമാർ എന്നിവരിൽ മാത്രം കാണപ്പെടുന്ന ഒന്നാണ്. എന്നാൽ ഇവിടെ ഏത് കാലഘട്ടത്തിൽ വെച്ച് ഈ കുട്ടിയിൽ ഈ രോഗം ബാധിച്ചു എന്നറിയാൻ ഞാൻ ഈ പയ്യൻ പഠിച്ച സ്കൂളുകളിലൊന്ന് കറങ്ങി നോക്കി. പെട്രോളിന്റെ വില താങ്ങാൻ കഴിയാത്തത് കാരണം സൈക്കിളും എടുത്താണ് 10-40 കിലോമീറ്റർ പോയത്. സ്കൂളിലെത്തിയ ആദ്യ ദിവസം തന്നെ ഭൂമിയിലേക്ക് വരുന്ന വാൽനക്ഷത്രത്തെ ചിത്രകാരന്റെ ഭാവനയിൽ വരച്ചു കാണിക്കുകയും പാകിസ്ഥാൻ ആറ്റം ബോംബ് സൂക്ഷിച്ചിരിക്കുന്ന സ്ഥലത്തെക്കുറിച്ച് ആധികാരികമായി പറയുകയും ചെയ്ത ഈ കുട്ടിയെ സ്കൂൾ പ്രിൻസിപ്പൽ ഇന്നും ഓർക്കുന്നു. അങ്ങനെയാണ് ഞാൻ കുട്ടിയെ എഴുത്തിനിരുത്തിയ കോട്ടയത്തെ ഒരു പത്രമാഫീസിലെത്തുന്നത്. അവിടെ വെച്ചാണ് ഈ പ്രവണത ഈ കുട്ടിയിലേക്ക് എത്തുന്നത്. ബ്രഹ്മദത്തൻ തിരുമേനിയുടെ നെറ്റിയിൽ വിയർപ്പ് പൊടിഞ്ഞു. ഓ മൈ ഗോഡ്, then it is incurable. ഇതിന് പരിഹാരമില്ല. നന്മയുടെയും നേരിന്റെയും വഴികാട്ടുന്ന ഗുരുനാഥന്മാരാവട്ടെ ഇനി മുതൽ നമ്മുടെ കുഞ്ഞുങ്ങളുടെ നാവിൽ ആദ്യാക്ഷരം കുറിക്കുന്നത്. ഏവർക്കും നവരാത്രി ആശംസകൾ. നാട്ടുവട്ട വാർത്തകൾ ഇന്നിവിടെ പൂർണ്ണമാകുമ്പോൾ ലൈല ക്രിയേഷൻസിന്റെ ബാനറിൽ പുറത്തിറങ്ങിയിട്ടുള്ള 10 ഹ്രസ്വചിത്രങ്ങൾ ഇപ്പോൾ യൂട്യൂബിൽ ലഭ്യമാണ്. വളരെയധികം പേർ അത് കാണുന്നുണ്ട്. എങ്കിലും എൻ്റെ കുറച്ചധികം സുഹൃത്തുക്കൾ ഇനി ആ സിനിമകൾ കാണാനുണ്ട്. കണ്ടവർ നിങ്ങളുടെ സുഹൃത്തുക്കൾക്കും നിങ്ങളുടെ ബന്ധുക്കൾക്കും നിങ്ങളുടെ വീട്ടിലുള്ള മറ്റ് കുടുംബാംഗങ്ങളെയൊക്കെ ആ സിനിമ ഒന്ന് കാണിക്കണം എന്നാണ് ഞങ്ങളുടെ അഭ്യർത്ഥന. ഒരു മാസം ഒരു ഹ്രസ്വചിത്രം എന്ന ലക്ഷ്യത്തോടുകൂടി ഒരു വർഷം 12 എന്ന ലക്ഷ്യം പൂർത്തീകരിക്കാനാണ് ഞങ്ങളുടെ ഒരു ശ്രമം. 10 മാസം 10 സിനിമകൾ ഞങ്ങൾ പൂർത്തീകരിച്ചു കഴിഞ്ഞു. അത് വിജയകരമാണ്. ഞങ്ങളോടൊപ്പം വളരെ അടുത്ത് വളരെ കുറച്ച് പേർ നിൽക്കുകയും വേറെ ധാരാളം പേർ ദൂരെ നിന്ന് സഹായിക്കുകയും ചെയ്തിട്ടുണ്ട്. മുഴുവൻ പേരെയും ഞങ്ങൾ സ്നേഹപൂർവ്വം ഓർക്കുന്നു. ഞങ്ങളുടെ ഈ സംരംഭത്തിൽ നിങ്ങളുടെ ഓരോരുത്തരെയും സഹായം ഉണ്ടാകണം. നിങ്ങൾ പരമാവധി സിനിമ കാണാനും ഇതിൻ്റെ ലിങ്ക് മറ്റുള്ളവർക്കൊക്കെ അയച്ചു കൊടുത്ത് നിങ്ങളുടെ ഒരു വോയിസ് ക്ലിപ്പോട് കൂടി അയച്ചു കൊടുത്ത് സിനിമ കാണാൻ ഒരു പ്രേരണ കൂടി ചെലുത്തണം എന്ന അഭ്യർത്ഥനയോടെ നാളെ രാത്രി വീണ്ടും പരസ്പരം നമുക്ക് നമ്മുടെ മൊബൈൽ ഫോണുകളിലൂടെ കാണാം. അതുവരെയും നാട്ടുപട്ടൻ ടീമിൻ്റെ സ്നേഹം, ആദരം.